നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരാതിരിക്കാൻ എല്ലാ വൃത്തികെട്ട കളികളും CPM-ഉം കോൺഗ്രസും ചേർന്ന് കളിച്ചു എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. ഇലക്ഷന് മുമ്പുള്ള കാര്യമാണ്. അതായത് അവരുടെ തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ BJP ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നാൽ രാജ്യം ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. അപ്പം ഏറ്റവും വികസനോന്മുഖമായ ഒരുപാട് നടപടികൾ അവർ തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവരും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായും സാങ്കേതികമായും നടപ്പിലാക്കും. അതുപോലെ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും പരിഹരിക്കും. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻകൈയിട്ട് ഇറങ്ങും. അതുകൊണ്ട് UDF-ഉം LDF-ഉം ചേർന്ന് BJP-യെ തോൽപ്പിക്കണം എന്നുള്ള തീരുമാനമായിരുന്നു ഇവരുടേത് എന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വരുന്നത്. AKG സെന്ററിലും ഇന്ദിരാഭവനിലും അടക്കം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു രഹസ്യ ബാന്ധവം ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇവർക്ക് സാധിച്ചു. പക്ഷേ BJP തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കും. BJP കാരനായിരിക്കും അല്ലെങ്കിൽ കാരിയായിരിക്കും മേയർ. വ്യാഴാഴ്ച രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തും. അദ്ദേഹം ഇപ്പോൾ ബംഗളൂരുവിലാണ്. അദ്ദേഹം എത്തിയ ശേഷം തീരുമാനമാകും. VV രാജേഷിന്റെ പേര്, കരമന അജിത്തിന്റെ പേര്, അതുപോലെ ശ്രീലേഖ മാഡത്തിന്റെ പേര് ഒക്കെ തന്നെ പരിഗണിക്കുന്നുണ്ട്. അതുപോലെ ഡെപ്യൂട്ടി മേയറായിട്ട് സിമി ജ്യോതിഷിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇവരുടെ ഈ ഒരു കാര്യം, അതായത് 2026 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തിരുവനന്തപുരം നഗരം നല്ല രീതിയിൽ വളരെ കുറച്ച് സമയം കൊണ്ട്, ഇപ്പൊ നരേന്ദ്രമോദിയൊക്കെ വരുമെന്ന് പറയുന്നു, തീർച്ചയായിട്ടും വരും, നല്ല രീതിയിൽ വികസിക്കുകയും നല്ല രീതിയിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യപ്പെടും. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും അടക്കം സീറ്റുകൾ കിട്ടും എന്ന ഭയം ഇവർക്കുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് മുരളീധരനും V ജോയിയും ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇടപെട്ട് വലിയ ചർച്ചകൾ നടന്നു എന്നാണ് ജനസംസാരം. കരക്കമ്പി അങ്ങനെയാണ്. അപ്പം BJP-യെ എങ്ങനെങ്കിലും അധികാരത്തിൽ വരുന്നത് തകർക്കുക, തീർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ കളിച്ചത് മുഴുവൻ. പക്ഷേ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും NDA-യും തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റെടുത്തു, ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അതുകൊണ്ട് കൃത്യമായ വിജയം 50 സീറ്റുകളിൽ BJP-ക്ക് ഉണ്ടായി. അപ്പം ഇത്രയും വലിയ ഒരു കോക്കസിനിടയിലൂടെ, ഇത്രയും വലിയ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇടയിലൂടെയാണ് 50 സീറ്റുകൾ BJP നേടിയത്. BJP സ്ഥാനാർത്ഥികളെ തകർക്കുന്നതിനായിട്ട് പല തന്ത്രങ്ങളും പയറ്റി. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും BJP-ക്ക് ഒരു 60 മുതൽ 70 സീറ്റുകൾ വരെ തിരുവനന്തപുരം നഗരത്തിൽ കിട്ടിയേനെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത് BJP വന്നാൽ അവിടെ വികസനം നടക്കും, ജനങ്ങൾക്ക് ഹിതമായി കാര്യങ്ങൾ നടക്കും. അപ്പം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ BJP-ക്ക് ഒപ്പം നിൽക്കും ജനങ്ങൾ. അത് കണ്ട് ഭയന്നിട്ടാണ് ഈ UDF LDF ബാന്ധവം, രഹസ്യ ബാന്ധവം ഉണ്ടായത്. അതിന് ചുക്കാൻ പിടിക്കുന്നതിനാണ് K മുരളീധരൻ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തത്, എങ്ങനെങ്കിലും BJP-യെ തകർക്കാൻ വേണ്ടി. ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ ബോധമുണ്ട്, എന്ത് പൊതുബോധമുണ്ട്, എന്ത് മാന്യതയുണ്ട്, എന്ത് നൈതികതയുണ്ട് ഇവന്റെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ. ഇവനെയൊക്കെ ചാണകമുഖ്യ ചൂലുകൊണ്ട് ജനങ്ങൾ 2026-ലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും അടിച്ചു പുറത്താക്കും. എന്നിട്ട് LDF-ന്റെ കുറെ ഡയലോഗുകൾ, V ജോയി ഡയലോഗ് അടിക്കുന്നു, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ ഡയലോഗ് അടിക്കുന്നു, ആനാവൂർ നാഗപ്പൻ ഡയലോഗ് അടിക്കുന്നു. നിങ്ങളുടെയൊക്കെ കുണുവാവ കിടന്ന് വിരകിയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ തോറ്റത് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം BJP തോൽപ്പിക്കാനായിട്ട് BJP വികസനം കൊണ്ടുവരും, ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരും എന്ന് ഭയന്നിട്ടാണ് ഇവർ തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇവന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള കാര്യം തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. BJP തോൽപ്പിക്കാൻ എന്ത് വില കൊടുത്തും ഇവന്മാർ ഒന്നിക്കും. കാരണം ഇവനൊക്കെ മതവർഗീയവാദികളുടെ, രാജ്യത്തെ തകർക്കുന്നവരുടെ, രാജ്യദ്രോഹ ശക്തികളുടെ ചട്ടുകങ്ങളാണ്. CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും വേറെ ഏത് ഇടതുപക്ഷ പാർട്ടി ആയാലും ഒക്കെ തന്നെ. അത് ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി രക്ഷയില്ല. എന്ത് ബാന്ധവം ഉണ്ടാക്കിയാലും ജനങ്ങൾ ദേശീയതയ്ക്കും ജനനന്മയ്ക്കും വികസനത്തിനും പുരോഗതിക്കും ഒപ്പം മാത്രമേ നിൽക്കൂ എന്നുള്ള തെളിവുകളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെ
പുറത്തു വന്നത്. അപ്പൊ പിന്നെ ഇനിയും 2026 ബാന്ധവങ്ങളും രഹസ്യ ഇടപാടുകളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ ഉണ്ടാക്കിയല്ലേ, ഉണ്ടാക്കിക്കൊള്ളൂ. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം.